നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. വലിയ ഇടയന് വിട. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട. വത്തിക്കാനിലെ സാന്താ മാർത്ത വസതിയിൽ ഇന്ത്യൻ സമയം രാവിലെ 11 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും പ്രതിരൂപം, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രധാന ബാൽക്കണിയിൽ ഈസ്റ്റർ ദിന സന്ദേശവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയപ്പോൾ വിശ്വാസി സമൂഹം ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ആ വിയോഗ വാർത്ത ലോകത്തെ തേടിയെത്തി. പ്രാദേശിക സമയം രാവിലെ 7:35 വിയോഗം. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം ആശുപത്രിവാസത്തിലായിരുന്നു മാർപ്പാപ്പ. തുടർന്ന് വിശ്രമത്തിലിരിക്കെയാണ് 88-ാം വയസ്സിൽ വിയോഗം. ലോക നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാര ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്ന് മാർപ്പാപ്പ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ചടങ്ങുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വത്തിക്കാൻ പിന്നീട് അറിയിക്കും. ന്യൂസ് ഡെസ്ക് 24. കത്തോലിക്ക സഭയ്ക്കും ആഗോള സമൂഹത്തിനും വലിയ സംഭാവനകൾ നൽകിയ ആത്മീയ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സാമൂഹ്യ നീതിക്കായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായും പോരാടിയ പോപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടു. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ദരിദ്രർക്കും ഒപ്പമായിരുന്നു എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ. ആധ്യാത്മികതയിലൂന്നിയ മാനവസ്നേഹത്തിന്റെ തെളിഞ്ഞ ശബ്ദം, യുദ്ധങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെയുള്ള നീതിയുടെ വെളിച്ചം. ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിച്ച വഴി സ്നേഹത്തിൻ്റേത് മാത്രം. ഡിസംബർ 17 ജനിച്ച അർജന്റീനക്കാരൻ ഹോഹെ മരിയോ ബെർഗോളിയോ ദൈവവഴി തിരഞ്ഞെടുത്തത് ലോകത്തിന് സമാധാനത്തിന്റെ വെളിച്ചം പകരാൻ. സുരക്ഷാ ജീവനക്കാരനായും കെമിസ്റ്റായും മെയിൻ്റനൻസ് തൊഴിലാളിയായും നയിച്ച ആദ്യകാല ജീവിതം. 21-ാം വയസ്സിൽ ന്യൂമോണിയ ബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. 1958-ൽ ജസ്യൂട്ട് സംഘത്തിൽ ചേർന്നു. 1969-ൽ വൈദിക പട്ടം സ്വീകരിച്ചു. 1998-ൽ ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായി. 2001-ൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാളാക്കി. ശാരീരിക അവശതകൾ കാരണം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ പിൻഗാമിയായി. 2013 മാർച്ച് 13-ന് ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പയായി സ്ഥാനാരോഹണം. കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പ. ജസ്യൂട്ട് സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയുമായി പോപ്പ് ഫ്രാൻസിസ്. കരുതലിന്റെയും സഹജീവനത്തിന്റെയും സന്ദേശം മുഴക്കിയുള്ള ആ സാർത്ഥക ജീവിതയാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെ പ്രതിപുരുഷനായി. മതങ്ങൾക്കിടയിലെ ആശയവിനിമയത്തെ പിന്തുണച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, യുദ്ധങ്ങൾ, വംശീയ അതിക്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മാനവികതയുടെയും പുരോഗമനത്തിന്റെയും പക്ഷത്തായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗസയിലും യുക്രൈനിലും
യുദ്ധത്തിന്റെ കെടുതി നേരിട്ടവർക്കൊപ്പമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം. ട്രംപിന്റെ കുടിയേറ്റ നയത്തോട് വിയോജിച്ചു. മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാൻ ദൈവത്തിന്റെ നാമത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടു. അത്യാഡംബരത്തിന്റെ പളപളപ്പിനോട് മുഖം തിരിച്ചു നിന്നു. ഉരുളുകൊണ്ടുപോയ വയനാട്ടിലെ ജീവിതങ്ങൾക്ക് വേണ്ടിയും ആ കൈകൾ ദൈവത്തിന് നേരെ നീണ്ടു. ഒടുവിൽ നിത്യനിദ്രയിലേക്ക്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയില്ലാത്ത ലോകം. ലോകം അത്രമേൽ കഠിനമായി കടന്നുപോയ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ പ്രാർത്ഥനാഗീതങ്ങളുമായി മുറിവൊപ്പിയതിന്, സ്നേഹത്തിന്റെ കരം നീട്ടിയതിന് നന്ദി. റിസർച്ച് ഡെസ്ക് 24. വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ പ്രൊഫസർ ജോസ് ഫിലിപ്പ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസ് ഫിലിപ്പ്, ഇപ്പോൾ ഈ വിശ്വാസി സമൂഹം അവിടേക്ക് ഒഴുകി എത്തുകയാണല്ലോ. അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ന് രാവിലെ 7:35 മാർപ്പാപ്പ കാലം ചെയ്തത്. ദിവംഗതനായ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ പെസഹയുടെ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് തന്നെ വൈകുന്നേരം കസേരയിൽ അദ്ദേഹം ആ ബസിലിക്കയുടെ അകത്തോടെ കൊണ്ടുപോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ആരും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമെന്ന്. ഏകദേശം 38, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 38 ദിവസത്തെ ഹോസ്പിറ്റലൈസേഷന് ശേഷം അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് വളരെ ഊർജത്തോടു കൂടി വരുമെന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ തീർച്ചും വ്യത്യസ്തമായിട്ട് ഇന്നലെ അദ്ദേഹത്തിന് അവസാനത്തെ മെസ്സേജ് കൊടുത്തപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വർത്തമാനം പറയുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ കമർലെങ്കോ മോൺസിഞ്ഞോർ കാർഡിനൽ ഫെയറില്, അത് കമർലെങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് വത്തിക്കാനിലെ വാർത്തകൾ കൊടുക്കുന്ന മാർപ്പാപ്പായുടെ മരണത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പദവിയാണ് കമർലെങ്കോ. അത് കാർഡിനൽ ഫെയറിലാണ്. അദ്ദേഹത്തിന്റെ ആ അനൗൺസ്മെന്റോട് കൂടിയാണ് ലോകം അറിഞ്ഞത് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ അതിനെ ഓർഗനൈസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ പത്രപ്രവർത്തകർക്കും അതിൻ്റെതായിട്ടുള്ള വാർത്തകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഉടനെ കിട്ടിയിരിക്കുന്നത്, അതായത് ഏകദേശം 23-ാം തീയതി ബുധനാഴ്ച മുതലാണ് വിശ്വാസികൾക്ക് മാർപ്പാപ്പായുടെ മൃതദേഹം കാണുവാൻ ഉള്ള അവസരം. അത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരുക്കുന്നത് 23, അതായത് ബുധനാഴ്ച. അതിനുശേഷം 9 ദിവസത്തെ ദുഃഖാചരണമാണ്. അത് ഓരോ പള്ളികളിലും അവര് മാർപ്പാപ്പായുടെ ഒരു ഫോട്ടോ വെക്കുകയും അതുപോലെ തന്നെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 9 ദിവസത്തെ ആ ദുഃഖാചരണത്തിനിടയ്ക്ക് വത്തിക്കാനിൽ കമർലെങ്കോയും അദ്ദേഹത്തിന്റെ 3 മറ്റ് സഹായികളും കൂടി തീരുമാനിക്കും ഏത് ദിവസമാണ് മാർപ്പാപ്പായുടെ ശവസംസ്കാരം നടക്കുക എന്നുള്ളത്. അത് 9 ദിവസത്തെ ദുഃഖാചരണത്തിനിടയ്ക്കും നടക്കാം, അല്ലെങ്കിൽ 9 ദിവസം കഴിഞ്ഞിട്ടുമായിരിക്കും നടക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, വത്തിക്കാനിൽ നിന്ന് പ്രൊഫസർ ജോസ് ഫിലിപ്പാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മാനവികതയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ അനുസ്മരിച്ചു. വാക്കുകളിലേക്ക്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകുന്നതിനും സംസാരിക്കുന്നതിനും വളരെ സ്നേഹത്തോടുകൂടി കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയുടെ ശുശ്രൂഷ, അദ്ദേഹത്തിൻ്റെ ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഏറ്റവും ദുർബലരായവരെക്കുറിച്ചുള്ള കരുതൽ, ലോക മനസാക്ഷി രൂപീകരണത്തിൽ അദ്ദേഹം പുലർത്തിയ ശ്രദ്ധ, എല്ലാ മനുഷ്യരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന വലിയ ആത്മീയ ദർശനം, ഇതൊക്കെ ഫ്രാൻസിസ് പാപ്പായെ വ്യത്യസ്തനാക്കുന്ന മേഖലകളാണ്. മാർപ്പാപ്പായുടെ വിയോഗം നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റേതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ്. അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും
വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ നിര്യാതനായ വിവരം വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിരുന്നത് അദ്ദേഹം സുഖം പ്രാപിച്ചു, അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മളെ കടന്നു പോകുമ്പോൾ, നമ്മോട് വിട പറയുമ്പോൾ ആ ദുഃഖം താങ്ങാനാവാൻ പറ്റാത്തതാണ്. എന്നെ കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പായും കോഴിക്കോട് രൂപതയെ ആർച്ച് ഡയസിസായും ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ്. എനിക്ക് ഇത്ര മഹത്തായ ഒരു സ്ഥാനം നൽകി ആദരിച്ച ഈ മാർപ്പാപ്പയ്ക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും നേരുകയാണ്. വളരെയധികം വേദനയോട് കൂടിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ പറ്റി അറിഞ്ഞത്. വേദനിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന നേരുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോക ക്രൈസ്തവ സഭകളിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ആ പരമാധ്യക്ഷൻ്റെ ശബ്ദം കേൾക്കുവാൻ ഏത് കാലത്തും ലോകം കാതോർത്തിട്ടുണ്ട്. അസമാധാനം ലോകത്തിൽ നടമാടുമ്പോൾ, തിന്മ ലോകത്തിൽ അധികരിക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ കെടുതികളിൽ ജാതിയെന്നോ മതമെന്നോ രാജ്യമെന്നുള്ള വ്യത്യാസമില്ലാതെ, ഭാഷയെന്നോ ലിംഗമെന്നുള്ള വ്യത്യാസമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മധ്യേ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് എപ്പോഴും പരിശുദ്ധ പിതാവ് ശബ്ദമുയർത്തുമായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ യാതൊരു ആർഭാടവും കാണിക്കാതെ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരവും പ്രേക്ഷിത അധികാരവും ഇന്ത്യ മുഴുവനിലേക്കും നൽകിയ മാർപ്പാപ്പയാണ്. ചിലപ്പോൾ സെയിം സെക്സ് ഹോമോസെക്ഷൽസ്, പക്ഷെ അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്, അവരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാർപ്പാപ്പ. നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഒരർത്ഥത്തിൽ വളരെ പെട്ടെന്നുള്ള വിയോഗം എനിക്കതൊരു ഞെട്ടലായിട്ടാണ് കേട്ട ഉടനെ അനുഭവപ്പെടുന്നത്. അതിനൊരു കാരണം, അദ്ദേഹം കുറേ നാൾ രോഗം കാരണം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏതാണ്ട് ഭേദമായപ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പും ആഘോഷിക്കുന്ന വിശുദ്ധവാര ദിനങ്ങളിൽ അദ്ദേഹം ആ ചടങ്ങുകൾക്ക് പങ്കുചേരുവാനിടയായി. ഏറ്റവും പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹം സാധാരണ ഈസ്റ്റർ ദിനത്തിൽ നഗരത്തോടും ലോകത്തോടും നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അത് അദ്ദേഹം നിർവഹിച്ചു. ആ സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ലോകം കേൾക്കുവാനായിട്ടിടയായത്. വളരെയേറെ ആദരവും ബഹുമാനവും നന്ദിയുമാണ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാർപ്പാപ്പയെ അനുസ്മരിക്കുകയായിരുന്നു ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ. ഇടവേളയിലേക്ക്, വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് മാർപ്പാപ്പ. ലോകക്രമത്തെ പോലും പലപ്പോഴും സ്വാധീനിക്കാൻ കഴിവുള്ള ആ പദവിയിലിരുന്നവർ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചവരാണ്. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലേക്ക്. ക്രിസ്തു ശിഷ്യനായ പത്രോസിനെയാണ് ആദ്യത്തെ മാർപ്പാപ്പയായി കത്തോലിക്കർ കണക്കാക്കുന്നത്. 5-ാം നൂറ്റാണ്ടോടെ ക്രിസ്തുമതത്തിന്റെ കേന്ദ്രമായി റോം വളർന്നതോടെയാണ് മാർപ്പാപ്പയിലേക്ക് മതത്തിന്റെ പരമാധികാരമെത്തുന്നത്. റോമിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച നയതന്ത്ര ചാതുരിയുള്ള മാർപ്പാപ്പയായിരുന്നു ലിയോ ഒന്നാമൻ. റോം ആക്രമിക്കുന്നതിൽ നിന്ന് ആറ്റില ചക്രവർത്തിയെ പിന്തിരിപ്പിച്ച ലിയോ ഒന്നാമൻ
AD 410 ആക്രമണശേഷം നഗരത്തെ പുനർനിർമ്മിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു. ക്രിസ്തുമത പ്രചാരണത്തിനായി ഏറെ പരിശ്രമിച്ച ഗ്രിഗറി ഒന്നാമൻ ജർമ്മൻ വംശജർ ഉൾപ്പെടെ പടിഞ്ഞാറൻ ജനതയെ പരിവർത്തനം നടത്തുന്നതിൽ വിജയിച്ച മാർപ്പാപ്പയായിരുന്നു. പുരാതന മതഭരണ കേന്ദ്രമായി റോമിന്റെ അവകാശം സ്ഥാപിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പാസ്റ്റൽ ഒന്നാമൻ മാർപ്പാപ്പ ഗ്രീക്ക് സന്യാസവര്യർക്കും കലാകാരന്മാർക്കും അഭയം നൽകി. യൂറോപ്യൻ ചരിത്രത്തിൽ പ്രധാന ഏടായ ആദ്യ കുരിശുയുദ്ധത്തിന് നേതൃത്വം നൽകിയത് അർബൻ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഏറെ പ്രശസ്തമായ സിസ്റ്റൈൻ ചാപ്പൽ പണികഴിപ്പിച്ച സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയാണ് റോം നഗരത്തെ ആധുനിക വാസ്തുവിദ്യ വിസ്മയമാക്കിയത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പദവിയിലിരുന്ന പയസ് ആറാമനോട് കൂടെയാണ് മാർപ്പാപ്പമാരുടെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത്. ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കത്തോലിക്ക സഭയെ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് നേതൃത്വം നൽകിയത് യോഹന്നാൻ 23-മനായിരുന്നു. പോൾ ആറാമൻ മാർപ്പാപ്പയായിരുന്നു വിവിധ വൻകരകളിലായി ശിഥിലീകരിച്ചു കിടന്ന ബിഷപ്പുമാരെ ഒരുമിപ്പിക്കുകയെന്ന ശ്രമകരമായ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. മതസൗഹാർദ്ദത്തിന് പ്രാമുഖ്യം നൽകിയ ജോൺ പോൾ രണ്ടാമൻ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കുറിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഉറച്ച പുരോഗമന നിലപാടുകളുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ നിരയിൽ പ്രമുഖനാണ് പോപ്പ് ഫ്രാൻസിസ്. റിസർച്ച് ഡെസ്ക് 24. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനം ചെയ്ത CBCI സംസ്കാര ചടങ്ങ് നടക്കുന്ന ദിവസം കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം അടച്ചിടാനാണ് തീരുമാനം. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 9 ദിവസത്തെ ദുഃഖാചരണത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് CBCI. വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ കത്തീഡ്രലിന് സമീപം നമുക്ക് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് സമീപം CBCയുടെയും ഒപ്പം തന്നെ ചവറ കൾച്ചറൽ സെന്ററിന്റെയും നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ അനുശോചന യോഗം ഇവിടെ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെയോ ഏറ്റവും അടുത്ത ദിവസമോ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുക്കണമെന്നും CBCI അറിയിച്ചിട്ടുണ്ട്. സംസ്കാര ദിനവും പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കണം, ആ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളണമെന്നും അറിയിച്ചിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന ദിവസം ആദരസൂചകമായി രാജ്യത്തെ കത്തോലിക്ക സ്ഥാപനങ്ങൾ ഒരു ദിവസം അടച്ചിടാനും അഭ്യർത്ഥന നൽകിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മാനവികതയിൽ ഊന്നിയ നിലപാടുകളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അമേരിക്കയുടെ കൂട്ട നാടുകടത്തലുകൾക്കെതിരെയും ഗസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെയും ശക്തമായ നിലപാടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത്. സഭയ്ക്കുള്ളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനായി പരിഷ്കരണ നടപടികൾക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ടു. നിലപാടുകളിലെ ധീരതയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്ര. സാമൂഹ്യനീതിക്കും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനുമൊപ്പമായിരുന്നു എക്കാലത്തും മാർപ്പാപ്പ. എതിർപ്പുകളുണ്ടായപ്പോഴും ശരിയുടെ പക്ഷം ചേർന്നു നിൽക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ശ്രമിച്ചത്. ദരിദ്രർക്കും കുടിയേറ്റക്കാർക്കുമായി അദ്ദേഹം ശബ്ദമുയർത്തി. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ആഗോള സമാധാനവും പരസ്പര ധാരണയും വളർത്തുന്നതിനായി മതാന്തര സംവാദത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ സജീവമായി പ്രോത്സാഹിപ്പിച്ചു. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിൽ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി നിരന്തരം വാദിച്ചു. അൽ അസ്ഹറിന്റെ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദ് എൽ തയ്യബിനൊപ്പം അദ്ദേഹം മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള രേഖയിൽ ഒപ്പുവെച്ചു. ദൈവത്തിലും മനുഷ്യ സാഹോദര്യത്തിലും വിശ്വാസമുള്ള എല്ലാ വ്യക്തികളെയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ക്ഷണിക്കുന്ന ഒരു രേഖയായിരുന്നു അത്. സാമൂഹ്യനീതിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ പ്രതിരോധത്തിനുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം അടയാളപ്പെടുത്തിയത്. അമേരിക്കയുടെ കൂട്ട നാടുകടത്തൽ നയങ്ങളെ മാർപ്പാപ്പ പരസ്യമായി വിമർശിച്ചു. കുടിയേറ്റക്കാരോട് അനുകമ്പയുള്ള പെരുമാറ്റം വേണമെന്നും അവർക്കെതിരായ വിവേചനപരമായ നീക്കങ്ങൾ അപലപിക്കപ്പെടണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് മനുഷ്യക്കുരുതിയാണെന്ന് പറയാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മടിച്ചു നിന്നില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ആഴത്തിലുള്ള ആശങ്കയും ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചിരുന്നു. ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നം അഭിമുഖീകരിക്കണമെന്ന് 2015 മുതൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. സഭയ്ക്കുള്ളിൽ പുരോഹിതർ ലൈംഗിക ദുരുപയോഗവും സാമ്പത്തിക ദുരുപയോഗവും നടത്തുന്നത് ഇല്ലാതാക്കുന്നതിനായി നിർണായക നടപടികൾ സ്വീകരിച്ചു. സമാധാനം, സാമൂഹിക നീതി, പരിസ്ഥിതി സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർപ്പാപ്പയുടെ ശ്രമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് 2025 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്
പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം വിത്ത് ഡിസ്റ്റിങ്ഷൻ നൽകി ആദരിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇവിടെ വാർത്താസന്ധ്യ പൂർത്തിയാകുന്നു. ഇനി പൊതുജനം കഴുതലസ്ത്ര എന്ന പരിപാടി കാണാം. ടി കെ റിജിത്ത് എത്തും. നമസ്കാരം.